ഓർഡർ ശ്രീ ശ്രദ്ധ ക്ഷണിക്കൽ ഉത്തരം ടേബിൾ ചെയ്താൽ മതി. സബ്മിഷൻസും ഉത്തരം ടേബിൾ ചെയ്താൽ മതി. അങ്ങേറ്റം നിർഭാഗ്യകരമാണ്. സ്പീക്കറുടെ റൈസിലേക്ക് ഇരച്ചു കയറിയ രീതി ശരിയായില്ല. ജനാധിപത്യത്തിനെ കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട മര്യാദയാണ്. വാച്ച് ആൻഡ് വാർഡ് ഒന്നും ചെയ്തിട്ടില്ല. വാച്ച് ആൻഡ് വാർഡിന് വേണമെങ്കിൽ സ്പീക്കർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. യെസ്, മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ. യെസ് ബഹുമാനപ്പെട്ട. യെസ് അല്ല സർ അവിടെ LOP പ്ലീസ് അവിടെ ഇരിക്കാൻ പറ. LOP അവിടെ ഇരിക്കാൻ പറ. നോ LOP അവിടെ ഇരിക്കാൻ പറ. യെസ് LOP അവിടെ ഇരിക്കാൻ പറ. അങ്ങ് എല്ലാ ദിവസവും ആവർത്തിച്ച് പറയുന്നുണ്ട് അംഗങ്ങളില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും മൈക്ക് തരില്ലെന്ന്. ഭരണകക്ഷി അംഗങ്ങൾ മുഴുവൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ മന്ത്രിമാർക്കും അങ്ങ് മൈക്ക് കൊടുത്തു. അനീതിയാണ്, ഒരു നീതിബോധം. ഞാൻ പറയാം, ഭരണപക്ഷത്തെ ആളുകൾ ഇരുന്നപ്പോൾ മാത്രമേ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ അവർ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം സ്വാഭാവികമായും കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട LOPയോട് എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങയുടെ ടീമിന് ഓർഡർ ആക്കണം പ്ലീസ്. ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ മന്ത്രിമാർക്ക് അങ്ങ് മൈക്ക് കൊടുത്തു. രണ്ട് നീതി പാടില്ല എന്ന് ഞാൻ അങ്ങേ ഓർപ്പിച്ചാണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി ഞങ്ങൾ ഈ സമരം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. സാർ, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതി കൃത്യമായിട്ട് പറഞ്ഞു, കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതെന്നും കോടതി പറഞ്ഞു. തൊണ്ടി മുതൽ കണ്ടെടുക്കാത്തതും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വൈകുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നു. ഇതിന് വലിയ ഡിലേ വന്നിട്ടുണ്ട് എന്ന് പല പ്രാവശ്യം കോടതി പറഞ്ഞിട്ടുണ്ട്. It is interesting to note that this court found laxity in the investigation during the period between 5/12/25 and 19/12/25 and the same was pointed out in the earlier bail order also. Sir, കോടതി അതിശക്തമായി അന്വേഷണത്തിൽ SIT ലാക്സിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടിട്ടാണ് ഈ അന്വേഷണം തടസ്സപ്പെടുന്നത്. സർ, ജാമ്യം കിട്ടി എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള തെളിവുകൾ കൂടി നശിപ്പിക്കും. അവസാനം ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള, അത് കൊള്ള നടത്തിയ ആളുകൾ മുഴുവൻ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ശക്തമായ പ്രതികരണം. സാർ, തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു ഡയസി കയറിയെന്ന് പറഞ്ഞു. സാർ, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ വാച്ച് ആൻഡ് വാർഡ് അവരുടെ ബാനറും അതെല്ലാം പിടിച്ച് പറിച്ചപ്പോഴാണ് പ്രതിഷേധിച്ചാണ് അതിനകത്ത് കയറിയത്. ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളെ പ്രകോപിപ്പിച്ചത് വാച്ച് ആൻഡ് വാർഡാണ്. ജനാധിപത്യ രീതിയിൽ ഈ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കാത്ത ഏത് പ്രതിപക്ഷമാണ് കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലുള്ളത്? എല്ലാ പ്രതിപക്ഷവും വെല്ലിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട്. വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിൻ്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത്. അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. സാർ, ഇത് വളരെ ഗുരുതരമായ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഭവമാണ്. അതിന് ഗവൺമെന്റിന് പങ്കുണ്ട്. സാർ, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾക്ക് നിയമസഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി നിയമസഭാ നടപടികൾ ബഹിഷ്കരിക്കും. ജനാധിപത്യ അവകാശം LOPക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല, സ്പീക്കർക്കുണ്ട്. അത് ഫെയർ ആണോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പ്യൂർലി അൺഫെയർ ആണ്. ഇവിടെ ബാനർ നിയമസഭയിൽ പ്രതിപക്ഷം പിടിക്കുന്നത് ആദ്യമല്ല. എല്ലാ പ്രതിപക്ഷവും ബാനർ പിടിച്ചിട്ടുണ്ട്. ഒന്ന്, സാധാരണ സഭയിൽ അങ്ങനത്തെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അങ്ങ് പ്രീസിഡൻസ് നോക്കണം. ഇതിനു മുൻപ് ഇവിടെ ഈ ചെയറിലിരുന്ന എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് രണ്ട് കൂട്ടത്തിലുള്ള ആളുകളെ സംസാരിക്കും.
അങ്ങ് ഇതുവരെ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങ് ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കൽ പോലും സഭാ നടപടികൾ എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറുടെ ചേംബറിൽ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. ആ പ്രീസിഡൻസ് എവിടെ പോയി? അതിന് മാത്രം സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കും നിങ്ങൾ. പ്ലീസ് ലെറ്റ് യു ഹിയർ വാട്ട് CM is. ഉത്തരം കേൾക്കണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രം മതിയോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന കാര്യം അറിയട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ബഹുമാനപ്പെട്ട നിയമമന്ത്രി നേരത്തെ ഹൈക്കോടതിയുടെ വിധിയെപ്പറ്റി, ഹൈക്കോടതിയുടെ നിഗമനങ്ങളെപ്പറ്റി, ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരവും അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല. സർ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് SITയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള നിർദ്ദേശങ്ങളുണ്ട്, വിലയിരുത്തലുകളുണ്ട്, പരിശോധനയുണ്ട്. ഇതെല്ലാം കൃത്യമായി നടന്നു വരുന്നുണ്ട്. ആ ഡിവിഷൻ ബെഞ്ച് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളാണ് ഇവിടെ നിയമമന്ത്രി നേരത്തെ വിശദീകരിച്ചത്. സർ, അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖത്തേറ്റ അടിയാണ്. പ്രതിപക്ഷ നേതാവ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ മറുപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ജാമ്യാപേക്ഷ ചെല്ലുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലല്ല, ഈ പറയുന്ന കോടതിയുടെ മുന്നിലല്ല വരിക. ഹൈക്കോടതി തന്നെ, പക്ഷേ ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഈ പറയുന്ന ജാമ്യാപേക്ഷ നൽകുക. ജാമ്യാപേക്ഷ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ അവർക്ക് തോന്നിയതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയെന്ന് വരും. അതാണ് നേരത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്, ഇത് ഗവൺമെൻറ്റിനെതിരെയുള്ള പരാമർശമല്ല, ഹൈക്കോടതിക്ക് തന്നെ എതിരായിട്ടുള്ള പരാമർശമാണ് എന്ന്. കാരണം അന്വേഷണം നടക്കുന്നത് ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഗവൺമെൻറ്റല്ല അന്വേഷണ ഏജൻസികൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതും അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അത് അറിയാത്ത ആളായിരിക്കില്ല ബഹുമാനായ സിംഗിൾ ബെഞ്ച്. പക്ഷേ അദ്ദേഹത്തിന് ആ വാദം കേൾക്കുമ്പോൾ തോന്നിയ പ്രതികരണങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിഗമനമാണ് എന്നെടുക്കാൻ പറ്റില്ല. അത് നടത്തേണ്ടത്, ആ നിഗമനം വരേണ്ടത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ്. ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഹൈക്കോടതി പറഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ സിംഗിൾ ബെഞ്ച് ഇങ്ങനെ സാന്ദർഭികമായി പരാമർശം നടത്തുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. SITയുടെ ഓരോ നടപടിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് നടന്നു പോകുന്നത്. അതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇന്നിവിടെ ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവമാണ്. സർ, അങ്ങ് പറയുമ്പോഴും ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ ബാനർ പിടിച്ചതിൻ്റെ ഭാഗത്ത്, അങ്ങേ ഭാഗത്തിരിക്കുന്നയാൾ ബാനറിൻ്റെ അറ്റത്തുള്ളൊരു വടിയുണ്ടല്ലോ, ആ വടി കൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തല്ലുകയായിരുന്നു. വാച്ച് ആൻഡ് വാർഡ് നേരെ ഈ വടി ഉപയോഗിച്ച് തല്ലുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് വാച്ച് ആൻഡ് വാർഡ് തടുക്കാനും പിടിക്കാനും ഒക്കെ നോക്കിയത്. ഇത് നേരെ ഞങ്ങളെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ സഭക്കകത്ത് ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ്. ഒരു പ്രകോപനപരമായ അന്തരീക്ഷവും ഇവിടെ ഇല്ല. അപ്പോഴാണ് നേരത്തെ തന്നെ അവിടെ
ഒരു പ്രകോപനം ഉണ്ടാക്കാൻ നോക്കിയത് അങ്ങേ ഭാഗത്ത്. അങ്ങ് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അങ്ങ് സഭ നിർത്തിവെച്ച് തൽക്കാലം പിരിയുന്ന നിലയുണ്ടായത്. പിന്നീട് വീണ്ടും ഇതേ നില തന്നെ ഇവിടെ ആവർത്തിക്കാനുണ്ടായത്. സർ, ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ ചിലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചിലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. സർ, ഇവിടെ നാം കാണേണ്ടത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ നടന്ന അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. സർ, അങ്ങയുടെ മുന്നിലേക്ക് ഇതിലെ മുൻഭാഗത്ത് കൂടി കയറുകയാണ്. അവിടെ വാച്ചൻവാട് അപ്പോൾ ഇല്ല, നേരെ ചാടി കയറുകയാണ് അങ്ങോട്ട്. അതാണ് ബഹുമാനായ ഒരംഗം ചെയ്തത്. ആ അംഗം ചാടി കയറിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ ഞാനും കൂടി കയറട്ടെ എന്നുള്ള മട്ടിൽ മറ്റൊരംഗം, അദ്ദേഹം നിയമവിദഗ്ധനാണെന്നാണ് പറയുന്നത്, അപ്പോൾ നിയമപരമായിട്ട് തന്നെ ചാടുകയാണ്. അദ്ദേഹം അവിടെ കയറി അദ്ദേഹവും കാര്യങ്ങൾ കാണിക്കുകയാണ്. സർ, ഇത്തരത്തിലുള്ള നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ അത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കണം. ഇത് തീർത്തും അപലപനീയമാണ്. ഈ സഭ അപലപിക്കണം. ഇത്തരം നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് തീർത്തും അപലപിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് വളരെ പീസ്ഫുള്ളായിട്ടായിരുന്നു സഭ ചേർന്നത്. പ്രൊവോക്കേഷൻ ഉണ്ടായത് ചില പ്രതിപക്ഷങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഭ ആദ്യം നിർത്തിവെച്ചു. രണ്ടാമത് വീണ്ടും ചേർന്നപ്പം ചെയറിൻ്റെ മുന്നിലൂടെയാണ് ചാടിക്കയറാൻ ശ്രമിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശിച്ചതുപോലെ ഇത്തരം രീതികൾ ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ ഭൂഷണമാണോ എന്ന് പ്രതിപക്ഷമാണ് ചിന്തിക്കേണ്ടത്. ജനാധിപത്യം കേവലം പ്രതിപക്ഷത്തിന് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം മറച്ചും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുമാണ് സഭക്കകത്ത് ചില ഒറ്റപ്പെട്ട അംഗങ്ങൾ പെരുമാറിയത്. അത് കേരളം പോലെ ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധമുള്ള സഭയ്ക്ക് ഭൂഷണമല്ല എന്നീ ഘട്ടത്തിൽ ചെയർ പറയാൻ ആഗ്രഹിക്കുകയാണ്. പേപ്പർ ലേയിങ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.1, 3.2.1 എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.2 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.3 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.2.2 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.2.3 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിൽ 3.1.4, 3.2.4 എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.2.5 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് വേണ്ടി കാര്യവിവര പട്ടികയിലെ ഇനം 3.1.5 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി. സാർ, കാര്യവിവര പട്ടികയിലെ ഇനം 3.1.6 പ്രകാരമുള്ള കടലാസുകൾ മേശപ്പുറത്ത് വെച്ചു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വേണ്ടി പട്ടികയിലെ ഇനം 3.1.7 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, കാര്യവിവരപ്പട്ടികയിലെ ഇനം 3.2.6 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കും. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല.